ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു വടംവലി സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ്. കവിതാ ക്ലബ്ബും കവിത വടംവലി ഫാൻസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖില കേരള വടംവലി മത്സരം, 6ാമത് അഖില കേരള വടംവലി മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും അതിൻ്റെ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, കോർട്ടൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്, ഗാലറി എല്ലാം സെറ്റായിട്ട് മത്സരം തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇന്നാണ് മത്സരം. ഇന്ന് 6 മണി മുതൽ പ്രോഗ്രാമുകൾ തുടങ്ങും. ഓക്കെ, ഉദ്ഘാടന പ്രോഗ്രാമുകൾ 6 മണിക്ക് തുടങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മത്സരം തുടങ്ങും. കേരളത്തിലെ വമ്പൻ ടീമുകൾ മാറ്റിരക്കുന്നൊരു മത്സരം കൂടിയാട്ടെന്ന്. അത് കവിതയുടെ തട്ടകത്തിൽ വെച്ചിട്ടാണ് മത്സരം. ശ്രീ ടോണി മലയപ്പറമ്പരൻ കവിതയുടെയും ഈ നാടിന്റെയും ചെറിയൊരു സ്നേഹം കൈമാറുകയാണ്. ടോണിയാലെ പറഞ്ഞു പ്രകൃതര് എങ്ങനെയാണെന്നുള്ളത് കേട്ടിട്ടേ ഉള്ളൂ എന്ന്, എന്നാൽ കണ്ടറിയാനും കൊണ്ടറിയാനും ഒരവസരം ടോണിക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ഇവർ നൽകുന്ന ഈ ഒരു ചെറിയൊരു സ്നേഹ ഉപഹാരം കൈപ്പറ്റുവാൻ ടോണിയെ ക്ഷണിക്കുന്നു. നൽകുന്നതിന് ക്ലബിന്റെ ആദരണീയനായ പ്രസിഡന്റ്, അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെയും ആദരണീയനായ അധ്യക്ഷൻ ശ്രീ കെ പി ഹംസ മാസ്റ്റർ, ശ്രീ പി പ്രസാദ് രണ്ടുപേരെയും വളരെ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യ അതിഥി ശ്രീ ടോണി മലയപ്പറമ്പലിന് കവിതാ ഫാൻസിന്റെയും ഈ നാടിന്റെയും സ്നേഹാദരവ് ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ കെ പി ഹംസ മാസ്റ്റർ, ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ പി പ്രസാദ് എന്നിവർ ചേർന്ന് കൈമാറുന്നു. ഏറ്റുവാങ്ങാൻ ധോണിയെയും എൽബിനെയും അടക്കം 3 പേരെയും ആദരവോടെ ക്ഷണിക്കുകയാണ്. ഇരു ടീമുകളൊന്ന് ലൈനപ്പ് ചെയ്യുക. ടീമുകളെ പരിചയപ്പെടാൻ കൂടെ ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെയും നമ്മുടെ ക്ലബ്ബ് ഭാരവാഹികളെയും സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. മത്സരം നിയന്ത്രിക്കുന്നതിന് മലപ്പുറം ജില്ലാ ടഗ് ഓഫ് വാർ മെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ റഫറിംഗ് പാനൽ അംഗങ്ങൾ ശ്രീ ഷഫീഖ് ലാമന്തോൾ, റിജോസ് മാനു, ഹാജികുമാർ, വി കെ അബ്ബാസ് അടക്കം എല്ലാവരെയും നമ്മുടെ ടീം അംഗങ്ങളെ പരിചയപ്പെടുന്നതിന് 6ാമത് എഡിഷൻ 2026 വർഷത്തെ അഖില കേരള വടംവലി മത്സരത്തിന് കവിതാ ക്ലബ്ബും കവിതാ വടംവലി ഫാൻസും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന 33,333 രൂപ ക്യാഷ് അവാർഡ് 1ാം സമ്മാനത്തിൽ തുടങ്ങി 3000 രൂപയിൽ അവസാനിക്കുന്ന 16 ചാമ്പ്യൻ സമ്മാനങ്ങളെ കോർത്തിണക്കി കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ നിന്നായി പങ്കെടുക്കുന്ന 34 ചാമ്പ്യൻ ടീമുകൾ മാറ്റിവെക്കുന്ന അഖില കേരള വടംവലി മത്സരത്തിന്റെ ആദ്യ പോരാട്ടത്തിൽ കുവൈറ്റ് ബ്രദേഴ്സിന് വേണ്ടി AKBയുടെ പ്രിയപ്പെട്ടവർ ഷബീൻ പയ്യാവൂരും ഒപ്പം അഭിലാഷ് ചൂരവേലി പയ്യാവൂരും ചേർന്ന് സ്പോൺസർ ചെയ്യുന്ന പ്രതീക്ഷ പയ്യാവൂർ ഒരു ബ്രദർ, എതിരാളികൾ റോയൽ കിങ്സ് കോട്ടയ്ക്കൽ. നമ്മളെ സംബന്ധിച്ച് 2 ടീമുകൾ പുതിയ വേദികാരാണ്. പ്രതീക്ഷ ഇന്ന് ഈ കളിക്കളത്തിലേക്ക് തങ്ങളുടെ 3ാമത്തെ മാത്രം അഖില കേരള വടംവലി മത്സരത്തിന് കാലെടുത്ത് വെച്ചിട്ടുണ്ടെത്തിയവർ. എതിരാളികൾ റോയൽ കിങ്സ് കോട്ടയ്ക്കൽ. കോട്ടയ്ക്കലിന്റെ മണ്ണിൽ നിന്ന് ഒരുപാട് നല്ല നല്ല കായിക താരങ്ങളെയും ടീമംഗങ്ങളെയും കേരളക്കരയ്ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതേ നാട്ടമ്പലത്തോട്ടിൽ നിന്ന് മറ്റേഴ് കായിക സംഘങ്ങൾ റോയൽ കിങ്സ് കോട്ടയ്ക്കൽ ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കളിക്കളം. കായിക താരങ്ങൾ, കായിക പ്രേമികൾ, ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികൾ, നാട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം ദേശീയ ഗാനം. ചെറുപ്പശ്ശേരി, പാലക്കാട്, MFC പാണ്ടിക്കടവ് ടീമുകൾ മത്സരത്തിന് തയ്യാറാവുക. പാറക്കൽ ഫാമിലി സ്പോൺസർ ചെയ്യുന്ന റെഡ് ഫോൾസ് ചെറുപ്പശ്ശേരി, കുരുവിക്കൂട്ടം വാട്സ്ആപ്പ് ഗ്രൂപ്പിന് വേണ്ടി ഗുപ്തൻ തൃശ്ശൂരും ബെഞ്ചമിൻ ഇടുക്കിയും ചേർന്ന് സ്പോൺസർ ചെയ്യുന്ന MFC പാണ്ടിക്കടവ്, വൈക്കിംഗ്സ് വളാഞ്ചേരി, യുവധാര പൗണ്ട് വരന്തരപ്പള്ളി ടീമുകളെല്ലാം തയ്യാറാവും. KYM വന്ദന അടുത്ത മത്സരത്തിനായി എത്തിച്ചേരും. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് 2 പുതിയ പേരുകൾ, ഒരുപാട് കായികങ്ങൾ കെട്ടിപ്പിടിച്ചെടുത്ത കവിതയുടെ പടക്കളത്തിൽ തുടക്കം കുറിക്കുന്ന കളിക്കൂട്ടുകാരായി തന്നെ പോരാട്ടത്തിന്റെ ആവേശത്തിലേക്ക് കളിക്കളത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ കുറച്ച് 14 കായിക താരം എണ്ണം പറഞ്ഞ വേദികൾ ഇങ്ങനെ കീഴടക്കി കടന്നു വന്ന എണ്ണിയാരുടെ ആരാധകരുടെ കൈകളിൽ ഒരുപാട് ഏറ്റുവാങ്ങി മലപ്പുറത്തിന്റെ മണ്ണിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് നാമധേയങ്ങളിലൊന്നായി തന്നെ
പുളിക്കലിന്റെ മണ്ണിൽ നിന്ന് വിവിധ മേഖലകളുടെ തേരോട്ടം സമ്മാനിക്കുന്ന കളിക്കൂട്ടുകാരായി KYM പുളിക്കൽ. ആവേശത്തിന്റെ ക്ഷുഭിത യൗവനങ്ങളായി റഫീഖും കൂട്ടാളികളും കളിയാരവങ്ങൾ പെയ്തിറങ്ങുന്ന കളിക്കളത്തിലേക്ക് നടന്നു കയറി ഒരു കമ്പക്കയറ് കൊണ്ട് ഒരു കമ്പക്കെട്ടിന് തിരികൊളുത്തി കളിയാസ്വാദകരുടെ കയ്യടി താളങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങി കടന്നുപോയ ചരിത്ര താളുകളിലേക്ക് നടന്നു കയറിയ പോരാളികളായി തന്നെ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ടവൻ നസീറിനെ 3-ാം നമ്പറിലേക്ക് ഒന്ന് ചേർത്ത് പിടിച്ച് ആരവങ്ങൾ പെയ്തിറങ്ങുന്ന കളിക്കളത്തിലേക്ക് ആർപ്പുവിളികളുടെ ലഹരിയാൽ തന്നെ കെട്ടിക്കൂട്ടിയ കളിക്കൂടാരത്തിലേക്ക് വന്നിറങ്ങിയവരെന്നാൽ മറുപുറത്ത് കവിതാ ഫാൻസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പടപോരാളികളായി നീലക്കുപ്പായിക എതിരാളികളെ പിടിച്ച് പരാജയത്തിന്റെ നിലയില്ലാ കയ്യങ്ങളിലേക്ക് തള്ളിവിടാൻ ഉറച്ച് കടുങ്ങപുരത്തിന്റെ കാലാൾ പടയായി തന്നെ കടന്നെത്തിയവർ വന്ദന കടുങ്ങപുരം. കായിക കേരളത്തിൽ കരുത്തന്മാരുടെ ഗണത്തിലേക്ക് നടന്നു കയറുന്നവർ റെഡ് ഫോഴ്സ് ചെറുപ്പളശ്ശേരി MFC പാണ്ടിക്കടവ്. രണ്ട് ടീമുകളും ഗ്രൗണ്ടിനകത്തേക്ക് പ്രവേശിക്കുക. റെഡ് ഫോഴ്സ് MFC ടീമുകൾ, അതോടൊപ്പം വൈക്കിങ്സ് വളാഞ്ചേരി യുവതാര പൗണ്ട് ടീമുകളും അടുത്ത മത്സരങ്ങൾക്ക് തയ്യാറാവുക. കാലം കാത്തുവച്ച കായികാവേശത്തിന്റെ നടുത്തളത്തിലേക്ക് നടന്ന് കയറി വടംവലിയുടെ പൊടിപൂരത്തിന് കളമൊരുക്കി കവിതയുടെ കളിക്കൂട്ടുകാരുടെ ആശംസാ പ്രാസംഗികർ പറഞ്ഞു വെച്ച് പോയതുപോലെ മറ്റു നാടുകളിൽ നിന്ന് ബംഗാളിന്റെ മണ്ണിലേക്ക് എടുത്തുയർത്തി കൊണ്ടുപോകുന്ന ഒരുപാട് കനക കപ്പുകൾ ഇങ്ങനെ കണ്ട് കണ്ണിറഞ്ഞ് നിൽക്കുന്ന ഈ നാടിന്റെ പ്രിയപ്പെട്ടവരെ കൂട്ടുചേർത്ത് പിടിച്ച് കവിത പോയി വന്ന നാട്ടക തട്ടുകളിൽ നിന്നുള്ള കളിക്കൂട്ടുകാരെ ക്ഷണിച്ചു വരുത്തി സ്വന്തം നാട്ടിലും ഒരു കളിക്കിടമൊരുക്കി അവിടേക്ക് കാലം കരുതി വെച്ച കായിക മാമാങ്കത്തിന്റെ വലിയൊരു പൊടിപൂരത്തിന് കളമൊരുക്കി വരാനിരിക്കുന്ന പൂരാവേശങ്ങൾക്ക് വഴിമരുന്നിട്ടുകൊണ്ട് കടന്നു പോകുന്ന 14 കായിക പടയായി തന്നെ 2 ടീമുകൾ 14 കായിക താരങ്ങൾ കൈയടിച്ച് പ്രിയമുള്ളവരെ ഗ്യാലറികൾക്ക് ഇളകി മറിയാൻ ആദ്യ റൗണ്ടിൽ തന്നെ അവസരമൊരുക്കുന്നു. പാങ്ങിന്റെ കടുങ്ങപുരത്തിന്റെ കാലാൾ പട്ടാളം വന്ദന കടുങ്ങപുരം. നോക്കി നിൽക്കാൻ സമയമില്ലാത്ത പോരാട്ട ചൂടിലേക്ക് കളിത്തട്ടകം എതിരാളി അത്ര ശക്തന്മാരാണെന്നുള്ള തിരിച്ചറിവുമായി 2 ടീമുകൾ ഒരുപാട് കാലഘട്ടത്തിന്റെ കളിക്കളം പറയാനുള്ളവർ എന്നാൽ കളം കൈപ്പിടി ഒതുക്കി KYM റിയോപാർട്ട് ഹോളിഡേയ്സ് ബംഗാള് സ്പോൺസർ ചെയ്യുന്ന KYM പുളിക്കൽ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. പാറക്കൽ ഫാമിലി സ്പോൺസർ ചെയ്യുന്നു റെഡ് ഫോഴ്സ് ചെറുപ്പളശ്ശേരി പാലക്കാട്. എതിരാളികൾ വടംവലിയെ സ്നേഹിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് കുരുവിക്കൂട്ടം പുത്തൻ തൃശ്ശൂരും ബെഞ്ചമിൻ ഇടുക്കിയും ചേർന്ന് സ്പോൺസർ ചെയ്യുന്നു MFC പാണ്ടിക്കടവ് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം. അടുത്ത മത്സരത്തിന് പാലപ്പുറം ഫാമിലി നായരുപടി സ്പോൺസർ ചെയ്യുന്ന വൈക്കിങ്സ് വളാഞ്ചേരി. എതിരാളികൾ സിറ്റി സ്ട്രൈക്കേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മ സ്പോൺസർ ചെയ്യുന്നു യുവതാര പൗണ്ട് വരന്തരപ്പള്ളി ടീമുകൾ. ഗ്രൗണ്ടിനകത്തേക്ക് റിപ്പോർട്ട് ചെയ്യുക യുവതാര പൗണ്ട് വൈക്കിങ്സ് വളാഞ്ചേരി ടീമുകൾ. കൈയടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ട ചൂടിലേക്ക് കളിക്കണം. പാലപ്പുറം ഫാമിലിയുടെ പടനായകന്മാരായി വൈക്കിങ്സ് വളാഞ്ചേരി, മലപ്പുറത്തിന്റെ മാനസപുത്രന്മാർ എന്ന മലപ്പുറത്ത് പൂരനഗരി തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് ആവേശം പെയ്തിറങ്ങുന്ന ഒരു പൂരാവേശം ബംഗാളിന് സമ്മാനിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടെ കടന്നെത്തിയവർ സിറ്റി സ്ട്രൈക്കേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ കളിക്കൂട്ടുകാരായി ഇതിന്റെ കളിത്തട്ടകത്തിലേക്ക് യുവതാര പൗണ്ട് വരന്തരപ്പള്ളി തൃശ്ശൂരിന്റെ പോരാളി കൂട്ടങ്ങൾ തമ്മിലുള്ള തേരോട്ടത്തിലേക്ക് കളിത്തട്ടകം വിട്ടുകൊടുക്കാനോ മുട്ടുമുടക്കി മടങ്ങാനോ മനസ്സില്ലാത്തവരായി തന്നെ 14 കളിക്കൂട്ടുകാരിങ്ങനെ മുഖാമുഖം ഒരു പോരാട്ടത്തിന് കളമൊരുക്കി കടന്നെത്തിയ കാട്ടുകടന്നൽ കൂട്ടങ്ങളുടെ തേരോട്ടത്തിലേക്ക് ഒരു തട്ടം കടവുമില്ലാത്ത പോരാട്ടത്തിന് തട്ടകം ഒരുക്കി വെച്ചിരിക്കുന്ന കളിക്കളത്തിൽ കളിയാരവങ്ങൾ പെയ്തിറങ്ങുന്ന പോരാട്ട ഭൂമികയിലേക്ക് പോരാട്ട ചൂടിന്റെ അവസാന അതിർവരമ്പുകൾ വേദിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടെ പിടിമുറുക്കുന്നവർ മാമലകൾക്കപ്പുറത്ത് മരതക പട്ടെടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് എന്ന് ചൊല്ലിവെച്ച കാവ്യഭാവനയുടെ നാട്ടിൽ രാവിലെ പകലാക്കിക്കൊണ്ട് പിന്നിത്തിളങ്ങുന്ന ഇറ്റാലിയൻ യൂറോ ലാമ്പുകളുടെ വെള്ളി വെളിച്ചത്തിൽ ആവേശ സാഗര ഗർജനങ്ങൾ ആർത്തലയ്ക്കുന്ന കമ്പവലിയുടെ ആരവങ്ങൾ ഇങ്ങനെ പെയ്തിറങ്ങുന്ന കളിമൈതാനിയിൽ കായിക പ്രേമികളുടെ കയ്യടിയുടെയും കാതടപ്പിക്കുന്ന ആർപ്പുവിളികളുടെയും നടുവിലൊരു ആവേശ പോരാട്ടത്തിന് കളമൊരുക്കിയ കളിക്കൂട്ടുകാരായി കവിതാ ഫാൻസും കവിതാ ക്ലബും കൈപിടിച്ചുകൊണ്ട് സംഘടിപ്പിച്ചിരിക്കുന്ന കമ്പവലിയുടെ കനക പോരാട്ടങ്ങളുടെ നെറുകയിലേക്ക് 450 കിലോയിൽ കെട്ടിക്കൂട്ടി അണിയിച്ചൊരുക്കിയ കളിക്കൂടാരത്തിന്റെ അവസാന
പത്തടിയുടെ തീരങ്ങളിലേക്ക് പടനയിച്ച് കയറി പോകാൻ ഉറച്ച് കടന്നു വന്നവരുടെ തേരോട്ടം ഇത്. ആവേശത്തിന്റെ പോരിശ് കതിർവരുമ്പുകൾ ഭേദിച്ച് ഒരുപാട് മത്സര വേദികൾ തങ്ങൾക്ക് അനുകൂലമാക്കിയെടുത്ത സിറ്റി സ്ട്രൈക്കേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പ്രിയപ്പെട്ടവർ യുവതാര ഒരു പുറത്തെന്നാൽ മറുവശത്ത് പാലപ്പുറം ഫാമിലി കായരിമണിയുടെ പടയാളി കൂട്ടങ്ങളായി തന്നെ കളിക്കളത്തിലേക്ക് എത്തിച്ചേർന്നവർ വൈക്കിങ്സ് വളാഞ്ചേരി ടീമുകൾ തമ്മിലുള്ള പോരാട്ട ചൂടിലേക്ക് കളിക്കളം കടന്നെത്തുന്നു. പ്രിയമുള്ളവരെ, അവസാന പത്തടിക്കരികിലേക്ക് പടമയിച്ച് കയറി പോകുന്ന പ്രജാപതി കൂട്ടങ്ങളായി വിട്ടുകൊടുക്കാനോ മുട്ടുമടക്കി മടങ്ങാനോ മനസ്സില്ലാത്തവരുടെ തേരോട്ടം കൊണ്ട് സമ്പന്നമാകുന്ന കളിയിടം കൈപ്പിടിയിൽ ഒതുക്കി സിറ്റി സ്ട്രൈക്കേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മ യുവതാര പൗണ്ട് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. ടീം റിപ്പോർട്ട് ചെയ്യുക KL 55 പകര. മലയെന്ന സ്റ്റഡുകട സ്പോൺസർ ചെയ്യുന്ന KL 55 പകര. ലണ്ടൻ ബോയ് സ്പോൺസർ ചെയ്യുന്നു സെവൻസ് കോട്ടയ്ക്കൽ. കുപ്പായക്കാർ സെവൻസ് കോട്ടയ്ക്കലിന്റെ പോരാളികൾ ഒരു പുറത്ത്. ആരവങ്ങളും ആവേശങ്ങളും ഒരുപാട് പെയ്തിറങ്ങുന്ന പടക്കളത്തിലൂടെ നടന്നു കയറി പോരാട്ട ചൂടിലേക്ക് കാലെടുത്ത് വെച്ച് കടന്നെത്തിയ കളിക്കൂട്ടുകാരായി പുളിക്കൽ അസോസിയേറ്റ്സ് പരമ്പള്ളി നഗർ കൊച്ചി. റോബിൻ സ്പോൺസർ ചെയ്യുന്ന എവർഷൈൻ കൊണ്ടൂട്ടി ഒരു പുറത്ത്. കുരുവിക്കൂട്ടം വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പ്രിയപ്പെട്ടവർ ഗുപ്തൻ തൃശൂർ ബെഞ്ചമിൻ ഇടുക്കിയും ചേർന്ന് കവിതയുടെ കളിക്കളത്തിന് സമ്മാനിച്ചിരിക്കുന്ന കളിക്കൂട്ടുകാർ മറുപുറത്ത് കൊപ്പത്തിന്റെ മണ്ണിൽ നിന്ന് ആവേശ പോലീസിക്ക് ആക്കം കൂട്ടി കടന്നെത്തിയവർ ലെതൽ സോൺ കൊപ്പം ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കളിക്കളം ആരവങ്ങൾ പെയ്തിറങ്ങുന്ന കളിയാട്ട ഭൂമികയിലേക്ക് പെരിക്കളിയാട്ടത്തിന് കളമൊരുക്കിയ കളിക്കൂട്ടുകാരായി ഊർജോത്പാദനത്തിന്റെ കരുത്തായ ജലാശയങ്ങളും പച്ചവിരിച്ച മലനിരകളും താഴ്വാരങ്ങളും തീർക്കുന്ന മനോഹാരിത കൊണ്ട് പ്രൗഢമാക്കുന്ന മലയാളക്കരയുടെ മടിത്തട്ട് എന്നതിന് വിശേഷിപ്പിക്കാവുന്ന പോരാട്ട ഭൂമികയിലേക്ക് ചകിരിനാരിങ്ങനെ കയ്യിലിട്ട് തങ്കം പോലെ പിരിച്ചെടുത്ത പൊൻവടത്തിന്റെ രണ്ടറ്റത്തുമായി പിടിമുറുക്കി കായിക പ്രേമികൾക്ക് വലിയൊരു കളിയാരവത്തിന് കളമൊരുക്കി സംഘടിപ്പിച്ചിരിക്കുന്ന പോരാട്ട ചൂടിലേക്ക് ആരവങ്ങൾ പെയ്തിറങ്ങുന്ന കളിത്തട്ടകത്തിലേക്ക് കടന്നെത്തി മഞ്ഞതുള്ളികൾ പൂമഴയായി പെയ്തിറങ്ങുന്ന പോരാട്ട ഭൂമികയിൽ ചൂടേറിയൊരു പടക്കളത്തിന് കളമൊരുക്കി കാതലുള്ള കളിക്കൂട്ടുകാരായി അവസാന പത്തടിയിലേക്ക് നടന്നു കയറുന്നവർ എവർഷൈൻ കൊണ്ടോട്ടി. പോരാട്ട ചൂടിലേക്ക് നടന്നു കയറുന്നവർ പടക്കളത്തിന്റെ നടുത്തളം വേദിക്കുന്നു. പാലക്കാടിന്റെ സുൽത്താനും പിള്ളയും ആവേശത്തിന്റെ പോരാട്ട ചൂടിലേക്ക് പറഞ്ഞു വിടാതെ തരമില്ലാത്തൊരു കളിക്കൂട്ടുകാരൻ ഇവിടെ കാണും. ചിലപ്പോൾ ഫുട്ബോളിനോട് അമിതമായ ആവേശമുള്ള കളിക്കൂട്ടുകാർ ചിലപ്പോൾ ഇവിടെ ഇത് വടംവലിയോട് അമിതമായ ആവേശമുള്ളൊരു മൂന്നാം നമ്പറുകാരൻ ഫാസിൽ നിൽക്കുന്ന നേരെ സുൽത്താൻ മുമ്പിൽ പറയുകയാണ്. എന്ന ബോധ്യത്താൽ പിടിമുറുക്കി കടന്നു പോകുന്ന ചെമ്പടകൾ എന്നാൽ മറുപുറത്ത് കേരളക്കരയ്ക്ക് ഓറഞ്ച് വിസ്മയം പകർന്നു നൽകി പകർന്നാട്ട കലയിലെ മുടിചൂട പടയാളികളായി കളിക്കളങ്ങൾ ഒരുപാട് കീഴടക്കി കടന്നുപോയ ചരിത്ര താളുകളിലേക്ക് തന്നെ നടന്നു കയറിയ ചരിത്രമുള്ള ചാമ്പ്യൻ തേരാളി കൂട്ടങ്ങൾ ഷാജഹാനും കൂട്ടാളികളും എഴുതി വെച്ച പൊലിമയിൽ പൂരത്തിന്റെ ആവേശത്തെ ചാർത്തിയെടുത്തി കളിക്കളത്തിലേക്ക് നാട്ടു നന്മയുടെ നാട്ടു വെളിച്ചം വിരുന്നെത്തുന്ന വെങ്ങാടിന്റെ നാട്ടിടവഴിയിൽ ആവേശത്തോടെ ഒരു നാടൊന്നിച്ചൊന്നായി തന്നെ സംഘടിപ്പിച്ചിരിക്കുന്ന പൊടിപൂരത്തിന്റെ കളമൊരുക്കിയ കളിക്കളത്തിലേക്ക് കാലെടുത്തു വെച്ച് നാടിനും നാട്ടുകാർക്കും അണിഞ്ഞ കുപ്പായത്തിനും പിറന്ന നാടിനും പെറ്റമ്മയ്ക്കും വേണ്ടി ഒരു കനക കിരീടത്തിൽ കുറഞ്ഞെന്ന് മോഹിക്കാതെ കളിക്കളം ഒരുക്കി വച്ച പടയാളി കൂട്ടങ്ങൾ പടയും പടയാളികളും പടക്കോപ്പുകളുമായി തന്നെ പടക്കിറങ്ങിയ പറക്കി പടക്ക് നേരെ തന്റെ ഇരുതല മൂർച്ചയുള്ള പടവാളുകൾ കൊണ്ട് ആഞ്ഞു വെട്ടിയ അതേ കുഞ്ഞാലിയുടെ നാടിനോട് കൈകോർത്ത് കിടക്കുന്ന പോരാട്ട ചൂടിൽ ആവേശങ്ങൾ ആരവങ്ങളായി തന്നെ പെയ്തിറങ്ങുന്ന കളിക്കളത്തിലേക്ക് കളിയാരവങ്ങളുടെ കമ്പക്കെട്ടിന് തിരി കൊളുത്തുന്ന ഒരു കമ്പ കയറുമായി ആ കളി മാത്രം വേണ്ട, ഇതൊക്കെ കയ്യടി മാത്രം മതി. ആവേശത്തോടെ അവസാന അടികളിലേക്ക് നടന്നു കയറി പോകാൻ ഉറച്ച് രണ്ട് ടീമുകൾ 14 കായിക താരങ്ങൾ
തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി എതിരാളികളുടെ പൊന്നാപുരം കോട്ടകളെ തച്ച് തകർക്കുന്ന 14 പട പോരാളികൾ തൊണ്ട് തല്ലി എടുത്ത ചകിരിനാർ ഇങ്ങനെ കയ്യിലിട്ട് തങ്കം പോലെ പിരിച്ചെടുത്തൊരു പൊൻവടത്തിന്റെ രണ്ടറ്റത്തുമായി പിടിമുറുക്കിയാൽ ആവേശം ഏതൊരു കൊല കൊമ്പനമൊന്ന് വിറയ്ക്കും കൂട്ടരെ. ഷാഡോസ് തങ്ങളുടെ പഴയ കാലത്തിന്റെ പോരാട്ട ഫോമിലേക്കൊന്ന് കഴിഞ്ഞ 2 ദിവസങ്ങൾക്കപ്പുറത്ത് ചൊവ്വാഴ്ചയൊന്ന് എടുത്തുയർത്തിയ കനക കിരീടമത് തങ്ങളുടെയും ഫാൻസിന് വേണ്ടി ആവർത്തിക്കേണ്ടത് അനിവാര്യതായെന്ന് എഴുതി ചേർക്കുന്നവർ. കാരണം ഇത് ജീപ്പോളിന്റെ മത്സരമാണ്. തൊട്ട് താഴെ എച്ച് ബോളിൽ കിടക്കുന്നുണ്ട് കുറെ വല്യേട്ടന്മാർ. അവരുടെ മുന്നിലേക്ക് ചെന്ന് പെടാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ തങ്ങളുടെ വഴി സുഗമമാക്കി ഇട്ടേ മതിയാകൂ എന്ന് കൃത്യമായി അറിയാവുന്ന 2 കൂട്ടർ തമ്മിലുള്ള വടംവലിയുടെ പോരാട്ട ഭൂമികയിൽ ഒരുപക്ഷെ ഫൈനലിലോ സെമി ഫൈനലിലോ മുഖാമുഖം ഏറ്റുമുട്ടേണ്ടവർ ഫിക്സറിന്റെ വലയത്തിരുന്ന് ആദ്യ പോരാട്ടത്തിൽ തന്നെ നേർക്ക് നേരൊരു പഴക്കളം. സെക്കൻഡുകൾ ഇങ്ങനെ മിനിറ്റുകൾക്ക് വഴിമാറി പോകട്ടെ കൂട്ടരെ. കളറങ്ങ് കത്തട്ടെ. 101 വിളിക്കും കൂട്ടരെ. ചീറിപ്പാഞ്ഞു വരട്ടെ. ചോളം വിളിച്ച് ആവേശത്തോടെ എന്നാൽ കളത്തിൽ പൊടി മാറിക്കുന്ന ഒരു പടക്കളത്തിലേക്ക് കളിക്കളം കൈപ്പിടിയിൽ ഒതുക്കാണ് വെച്ച് സെന്റ് സ്റ്റീഫൻസ് കൺസ്ട്രക്ഷൻസ് ചമതച്ചാൽ പയ്യാവൂർ കണ്ണൂർ സ്പോൺസർ ചെയ്യുന്ന കവിത വെങ്ങാട് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. ടീം റിപ്പോർട്ട് ചെയ്യുക ഗ്യാങ്ങോ പള്ളിപ്പടി സ്പോൺസർ ചെയ്യുന്ന മഹാദേവ തിരുവാലൂർ. എതിരാളികൾ ടൗൺ ടീം തൂക. കവിത ഫാൻസ് സ്പോൺസർ ചെയ്യുന്നു. നിറകയിലേക്ക് മറ്റൊരു കളിയാരം വാസ്കോ പടിക്കപ്പാടം JRP മത്സരത്തിന് പിന്നാലെ അതുക്കും മേലൊരു പോരാട്ടത്തിന് കളമൊരുക്കാൻ ഉറച്ച എറണാകുളത്തിന്റെ മണ്ണിൽ നിന്ന് ഏറനാടും വള്ളുവനാടും മലനാടും മാമലനാടും കീഴടക്കി കളിയാരവങ്ങളുടെ കമ്പക്കെട്ടുകൾക്ക് തിരികൊളുത്തി കമനീയത ചാലിച്ചെഴുതിയ കളിക്കൂട്ടുകാരായി പടക്കളം ഭേദിക്കാൻ ഉറച്ച കടന്നെത്തിയ പോരാളി കൂട്ടങ്ങൾ 2 കരകളെയും തട്ടിമുട്ടി കുളിരണിയിച്ചൊഴുകുന്ന ജീവവാഹിനിയായ പെരിയാറിന്റെ കരയിൽ നിന്ന് പെരുമാക്കന്മാർ വിളിച്ചു ചേർത്ത പോരാട്ടത്തിന്റെ ചൂടുമായി തന്നെ ആയിരക്കണക്കിന് വരുന്ന ശിവരാത്രി നക്ഷത്ര ദീപങ്ങൾ മെഴിതുറക്കുന്ന ആലുവ പുഴയുടെ കരയിലെ കളിക്കൂട്ടുക ഓളവും തീരവും ഇങ്ങനെ ആലിംഗനങ്ങളിൽ മുഴുകുന്ന നാട്ടങ്കത്തട്ടിൽ നിന്ന് രുദ്രരൗദ്ര സംഹാര താണ്ഡവമാടുന്ന ശ്രീ മഹാദേവന്റെ നാമധേയത്തിൽ എടുത്തണിഞ്ഞ കളിക്കുപ്പായവുമായി ഒരു പുറത്തത് മഹാദേവ തിരുവാലൂർ ആലുവയുടെ അമരക്കാരനാൽ മറുപുറത്ത് ആരവങ്ങൾ പെയ്തിറങ്ങിയാലും ആകാശം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാലും ശരി ഈ കളിയുടെ വിജയം അത് കൈപ്പട്ടിയിൽ ഒതുക്കി മാത്രമേ മടങ്ങൂവെന്ന ബോധ്യത്താലും നടയമരങ്ങൾ ഊതി ഉറപ്പിക്കുന്ന നെടുനായകന്മാരെ പോലെ പിടിമുറുകിയ കമ്പ കയറിൽ പിടിവിടാൻ മനസ്സില്ലാത്തവരെ പോലെ പടവഹിക്കുന്ന പ്രജാപതി കൂട്ടങ്ങളുടെ തേരോട്ടത്തിന്റെ നെറുകയിലേക്ക് ഒന്ന് വടം വലിച്ച് കയറാൻ ഇടിവെട്ടി പോരാട്ടത്തിന് കളിക്കളം ഒരുക്കി കാട്ടുമുള്ളിലേക്ക് പഠിച്ച കറുകെടുത്ത കാൽപാദങ്ങളാൽ ഇങ്ങനെ കാട്ടാറിലെ കല്ലാടി കുഴികളിൽ മുങ്ങിക്കിടന്ന കാട്ടാനകളവരെ കെണിവെച്ച് പിടിക്കാൻ കഴിവുള്ള വേട്ടക്കാരെ പോലെ എതിരാളികളുടെ ഇടവെച്ച് കൈയടിച്ച പ്രിയമുള്ളവരെ കായിക പ്രേമികളുടെ കൈയടിത്താളത്തിന്റെ പിൻബലത്താൽ തന്നെ ശക്തരിൽ ശക്തന്റെ മണ്ണിൽ നിന്ന് കടന്നെത്തി ശക്തിയുക്തം ഒരു പോരാട്ടത്തിന് കളമൊരുക്കി കടന്നു പോകുന്ന 14 കളിക്കൂട്ടുകാരായി അടവ് പിഴയ്ക്കാത്ത തന്ത്രങ്ങളെ കൊണ്ട് തങ്ങളുടെ കളിക്കളത്തിൽ എതിരാളിക്കൊത്തൊരു പോരാളിയെ പോലെ പടക്കളം ചുട്ട് ചാമ്പലാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ പിടിമുറുക്കുന്നവർ നവീനും കൂട്ടരും ഒരു പുറത്തുനിന്നാൽ മോഹൻദാസും സംഘവും എതിരാളിക്കായി തന്നെ കളിക്കളത്തിലേക്ക് പൗണ്ടിന്റെ 1-ാം 3-ാം നമ്പറിലേക്ക് ഒന്ന് കൂട്ടിച്ചേർത്ത് പിടിച്ച് കുട്ടനെ കൂടെ കൂട്ടി 1-ാം നമ്പറിലേക്ക് പ്രതിഭാ പ്രളയക്കാടിന്റെ തേരാളി അശ്വന്തിനെ ചേർത്ത് പിടിച്ച് കടന്നെത്തിയ കളിക്കൂട്ടുകാരായി മോഹൻദാസിന്റെ സൈന്യമങ്ങ് മോഹവില പറഞ്ഞുറപ്പിച്ച് കടന്നു വന്നവരെ പോലെ അവസാന 10 അടിക്കരികിലേക്കോ അതോ കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ ഒരു തിരിച്ചു പോക്കിന് വണ്ടൂരിന്റെ കളിക്കൂട്ടുകാരോ ഇത് കാലം കരുതി വെച്ച് കയ്യൊപ്പ് ചാർത്തിയ കവിതയുടെ കളിത്തട്ടകം വെങ്ങാടിന്റെ മണ്ണും മനസ്സുമത് കീഴടക്കുന്ന ഒരു പോരാട്ടം ഇത് രാജകീയ പ്രൗഢിയുടെ രാജസിംഹാസനങ്ങൾ കീഴടക്കട്ടെ. കൈയടിച്ചേ കായിക പ്രേമികളുടെ നിലയ്ക്കാത്ത കൈയടിത്താളത്തിന്റെ പിൻബലത്താൽ വിട്ടുകൊടുക്കാനോ മുട്ടുമടക്കി മടങ്ങാനോ മനസ്സില്ലാത്തവരായി 2 ടീമുകൾ അങ്ങനെ ചിറക് വിരിച്ച് പാറി പറന്ന് ഈ കളിക്കളത്തിലേക്ക് കടന്നെത്തിയവർ അവസാന 10 അടിക്കരികിലേക്ക് നടന്നകന്ന് കടന്നു
പോകുന്നു. കാട്ടുകളങ്ങൾ കൂട്ടങ്ങൾ ഷഫീഖിന്റെ വിസിൽനാദം മുഴങ്ങുന്നു. കളം കൈപ്പിടികളൊക്കെ സുരേഷ് ഭായ് ജഡി ഗ്രൂപ്പുകൾക്ക് തിരിച്ചു അവിടെ ഇത് കുറിച്ച് ചക്കര കെട്ടി കടന്നു വരുന്ന മെയ് മാസം 10-ാം തീയതി കളികൾ ഇങ്ങനെ അവസാനിക്കുന്നില്ല, അങ്ങ് കടന്നു പോവാണ്. ഇടുക്കി ജില്ലയിൽ നവോദയ വായനത് 2026 മെയ് മാസം 10-ാം തീയതി പഴയ കൊച്ചറ നവോദയ വായനശാലയുടെ പോരാട്ട പോർക്കണം. കളിക്കളത്തിൽ വീണ്ടും കാലുറപ്പിക്കുന്നു കവിത വേഴ്സസ് ജാസ്. കാലം കരുതി വെച്ച കായികാവേശത്തിന്റെ നടുത്തളത്തിൽ ഒരുപാട് കലാശക്കൊട്ടിലിങ്ങനെ നേർക്കുനേർ പോരടിച്ച് കയറിപ്പോയ ചരിത്രമുള്ള 2 ചാമ്പ്യൻ ടീമുകൾ ആരവങ്ങൾ പെയ്തിറങ്ങുന്ന കളിക്കളത്തിലേക്ക് ആവേശത്തിന്റെ പോരിശയുമായി തന്നെ കടന്നു വന്ന കാട്ടുകടന്നൽ കൂട്ടങ്ങളുടെ തേരോട്ടവുമായി ലക്ഷണമൊത്തൊരു ഈടിലം ശരംകുത്ത് പാലയിലിങ്ങനെ 5.5 കോൽ വലിപ്പത്തിൽ കടഞ്ഞെടുത്ത് കടത്തനാടൻ ചുരുക്കമൂളി ശൈലിയിൽ തന്നെ പുറത്തേക്ക് കവലിച്ച് നിൽക്കുന്ന ബലിഷ്ഠമായ കൊമ്പുകളത് അലങ്കാരമാക്കിയെടുത്ത് കതിരിച്ചുട്ടിയും പ്രണവപ്പട്ടത്തിൽ കുട നിവർത്തിയ ഭണനാഗങ്ങളോടും കൂടി മുഖാരക്കെട്ടിലിങ്ങനെ ശിവലിംഗവും ഇരു കൊമ്പിലും പവിത്രക്കെട്ടുമായി തന്നെ അണിഞ്ഞൊരുങ്ങി വരുന്ന ആന കേരളത്തിന്റെ ആൺപിറപ്പുകൾ കണക്ക് പൂരനഗരികൾ കീഴടക്കാനായി കടന്നെത്തി ഇന്നിന്റെ കളത്തിലെ പൂരാവേശത്തിന് കളമൊരുക്കി കടന്നെത്തിയ ചാമ്പ്യൻ പ്രതിയോഗികളെ പോലെ 2 ടീമുകൾ 14 കായിക താരങ്ങൾ ഒരു പുറത്ത് സെന്റ് സ്റ്റീഫൻസ് കൺസ്ട്രക്ഷൻസ് ചമതച്ചാൽ പയ്യാവൂർ കണ്ണൂരിന്റെ കയ്യും പിടിച്ച് കവിതയുടെ പോരാട്ട വീര്യമെന്നാൽ മറുപുറത്ത് വർണ്ണങ്ങൾ ചാലിച്ചെഴുതിയ പോരാട്ടത്തിന്റെ നെറുകയിലേക്കൊന്ന് വിസ്മയത്തിന്റെ പടയോട്ടം സമ്മാനിക്കാൻ വണ്ടൂരിന്റെ വജ്രായുധങ്ങളായി അർസലും രാഹുൽ പ്രദേശും ചേർന്ന് ഈ പടക്കളത്തിന് സമ്മാനിക്കുന്ന പോരാളി കൂട്ടങ്ങളത് ജാസ് വണ്ടൂർ. നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് എതിരാളികളെ പിടിച്ച് പരാജയത്തിന്റെ നിലയില്ലാ കയ്യങ്ങളിലേക്ക് തള്ളി വിടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി കടന്നെത്തി കാലം കരുതി വെച്ച കാരക്കോല് കൊണ്ട് ചെങ്കോലും കിരീടവും അത് വെട്ടിപ്പിടിച്ചെടുക്കാൻ കടന്നെത്തിയ കടന്നൽ കൂട്ടങ്ങളുടെ തേരോട്ടത്തിന്റെ നെറുകയിലേക്ക് കയ്യടിച്ചൊന്ന് സ്വീകരിച്ച പ്രിയമുള്ളവര് കായിക പ്രേമികളുടെ കയ്യടിത്താളത്തിന്റെ ലഹരിയാൽ തന്നെ വീണ്ടും ഏത് വൻമതിൽ കോട്ടകളായാലും ശരി പൊളിച്ചടക്കും എന്ന ഉത്തമ ബോധ്യത്താലും പടക്കളത്തിലേക്ക് പിടിമുറുക്കിയ കമ്പക്കയറോടുകൂടെ നടന്നകന്ന് കടന്നു പോകുന്ന കടന്നൽ കൂട്ടങ്ങളായി 2 ടീമുകൾ 14 കായിക താരങ്ങളുടെ തേരോട്ടത്തിലേക്ക് നിലമ്പൂർ തേക്കിൻ കാടുകളിൽ പതിയിരുന്ന ജനവാസത്തെ തുരത്താൻ വന്ന വെള്ളക്കാരന്റെ പോലീസിനെ വട്ടത്തേക്കിലിങ്ങനെ വട്ടം കെട്ടിയിട്ട് വണ്ടൂരിലെ വല്യപ്പമാർ തുള്ളിക്കൊട്ടിയ കോൽക്കളി കണക്ക് ഈ കളിക്കളത്തിലേക്ക് കാൽച്ചുവടുകൾ വെച്ച് കടന്നു വരുന്നു. ആവേശത്തിന്റെ പോരാട്ടവുമായി അവസാന ഇഞ്ചിലേക്ക് നടന്ന് കയറുന്നവരുടെ പോരാട്ടച്ചൂട്. സെന്റ് സ്റ്റീഫൻസ് കൺസ്ട്രക്ഷൻസ് ചമതച്ചാൽ പയ്യാവൂർ സ്പോൺസർ ചെയ്യുന്ന കവിത കേരള വടംവലി മത്സരത്തിന്റെ ക്വാർട്ടർ ഫൈനൽസിലേക്ക് പ്രവേശിക്കുന്ന ടൂർണമെന്റിലെ 13ാം സ്ഥാനക്കാരായി ജാസ് വണ്ടൂർ കളിക്കളത്തോട് വിട പറയുന്നു. പ്രതിചേരുക യുവതാര പൗണ്ട് ആഹാ. ഏതായാലും നമ്മുടെ മത്സരങ്ങളിലൂടെ പുരോഗമിക്കുന്നു. ഇനിയും ഇതുപോലെ നമ്മളെല്ലാവരും കണ്ടുപോകുന്ന മലയാളത്തിന്റെ എന്റർടൈൻമെന്റ് ചാനലുകളുമായി ഇടയ്ക്കൊക്കെ വാർത്താ ചാനലായി തുടങ്ങിയെങ്കിലും എന്റർടൈൻമെന്റ് ചാനലായ അമൃത ടിവിയിലെ ബെസ്റ്റ് ട്രോൾ മേക്കർ 2025. ഇപ്പൊ ട്രോളെന്ന ലോകമായ ഒരാളെ കളിയാക്കാൻ വേണ്ടി, അതായത് കുഞ്ചൻ നമ്പ്യാരുടെ റോള് കൃത്യമായി ചെയ്യുന്നവരാണ് ഇപ്പോഴത്തെ ട്രോൾ മേക്കർമാർ. അതിൽ ഏറ്റവും മികച്ച ട്രോൾ മേക്കർ അവാർഡ് കരസ്ഥമാക്കിയ 2025 കളിക്കൂട്ടുകാരൻ ഉബൈദ് ഇബ്രാഹിം. ഈ നാട്ടുകാരനാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ കവിതയുടെ കൂട്ടുകാരൊരു മൊമെന്റുമായിട്ട് വരില്ല. ഉബൈദ് ഒന്ന് സെൻട്രൽ പോയിന്റിലേക്ക് എത്തിച്ചേരുക. കൊടുത്തതിന്റെ കൂടെ ഞാനും ഒന്ന് ട്രോൾ ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഉബൈദിനെ വളരെ ആദരവോടെ സെൻട്രൽ പോയിന്റിലേക്ക് ക്ഷണിക്കുന്നു. ആ വടം ഒന്ന് താഴെ വെച്ചാല് നമുക്ക് ഉബൈദൊന്ന് വന്നോട്ടെ. കാരണം ഉബൈദ് ചില്ലറക്കാരനല്ല, ചെറിയ ആളുമല്ല. നമ്മളെല്ലാവരും കൈയടിച്ച് സ്വീകരിക്കേണ്ടുന്ന ഒരാൾ തന്നെയാണ്.
അമൃത TV ബെസ്റ്റ് ട്രോൾ മേക്കർ 2025 അവാർഡ് കരസ്ഥമാക്കിയ ഉബൈദിനുള്ള നാടിന്റെ സ്നേഹാദരവാണ് നൽകുന്നത്. ഈ കയ്യടി മാത്രം കുറയ്ക്കണ്ട, തകർന്നോ പടക്കമുള്ള കൈയെടുക്കുക. രണ്ടാം ക്വാർട്ടർ ഫൈനൽ ഭാസ്കർ പടിക്കപ്പാടം കവിത വെങ്ങാട് തയ്യാറാവും. ിറങ്ങുന്ന പാതിരാവിനെ സാക്ഷിയാക്കി കരക്കിരിക്കുന്ന കായിക പ്രേമികൾക്ക് വർണ്ണ മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്നവർ JR. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കല്ല, പുറത്തുനിന്ന് വന്നു പോകുന്നവർക്കാണ് നമ്മൾ വലിയ കയ്യടി കൊടുക്കേണ്ടത്. നാട്ടിലെ കുട്ടികൾ ഇങ്ങനെ വലിച്ചോളും, ജയിച്ചങ്ങ് പൊക്കോളും എന്നായിരിക്കും അച്ഛൻ പ്രതീക്ഷിച്ചത്. അപ്പോഴും എതിരെ നിൽക്കുന്നവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കേ മതിയാകൂ. അതിനൊരു ഇടം ആണ് അച്ഛനും അച്ഛന്റെ കീഴിലുള്ളവരും നമുക്കായി ഒരുക്കി നൽകിയിട്ടുള്ളത്. അതിനുള്ള നന്ദിയും നല്ല നമസ്കാരവും 100 വാക്കുകളാൽ അറിയിക്കുകയാണ്. രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിന് ടീമുകൾ തയ്യാറാവുക. JRP അഡ്വാൻസ് മുഖം, യുവതാര പൗണ്ട്, വരന്തര വെള്ളി തൃശൂർ. കൈയടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന രണ്ടാം സെറ്റിലേക്ക് കളിക്കണം. ആദ്യ സെറ്റിന്റെ ആവേശപൂരിതമായ ഒരു പോരാട്ടത്തിന്റെ നെടുത്തളം രണ്ടാം സെറ്റ് തിരിച്ചെടുക്കാനുറച്ച് പാലക്കാടിന്റെ പടയാളികൾ. എന്നാൽ രണ്ടാം സെറ്റും തങ്ങൾക്ക് അനുകൂലമാക്കിയെടുത്ത് കേരള വടംവലി മത്സരത്തിന്റെ കലാശ കൊണ്ട് ഫൈനൽ എന്ന ഗ്രാൻഡ് ഫിനാലയിലേക്ക് നടന്നു കയറാൻ വിജയ തീരം തൊടാൻ ഉറച്ചു തന്നെ ഇറങ്ങി പ്രതീക്ഷകൾ 1000 നിറങ്ങൾ നൽകി ഉള്ളിലെ കണ്ണുകളെ കെട്ടടങ്ങാതെ എതിരാളികളുടെ ചിന്തകൾക്ക് മേൽ പാറി പറന്ന് അവർക്ക് മേൽ പരാജയത്തിന്റെ കണ്ണീർ കൊണ്ട് വീഴ്ച വിജയത്തിന്റെ വെന്നിക്കൊടി നാട്ടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ആഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും പുതിയ പ്രതീക്ഷകളുമായി കിഴക്കുതിച്ചുയർന്ന പൊൻസൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമിച്ചിരിക്കുന്ന പോരാട്ട പോർക്കളത്തിൽ ഇറ്റാലിയൻ യൂറോ ലാമ്പകളുടെ വെള്ളി വെളിച്ചത്താൽ ആയോധന കലകളുടെ അടവനയ തന്ത്രങ്ങളെ പയറ്റി തെളിഞ്ഞെല്ലാം കണങ്കാലുകളുടെ കരുത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവസാന അടിയിലേക്ക് ഒന്ന് നടന്ന് കയറി പോകാൻ ഉറച്ച് എത്തിച്ചേർന്നിരിക്കുന്നവരുടെ പടയോട്ടം മകരമഞ്ഞ് പെയ്യുന്ന തണുപ്പിലും അകത്ത് ചൂടേറിയ ഒരു പോരാട്ടത്തിന്റെ തീച്ചൂട സമ്മാനിക്കാൻ ഉറച്ച് കടന്നെത്തിയവരുടെ പടയോട്ടത്തിലേക്ക് ആരവങ്ങളുടെ പോരാട്ട പോർക്കളം 14 ചുണക്കുട്ടന്മാരിങ്ങനെ നേർക്കുനേറൊരു പടയോട്ടത്തിന് കളമൊരുക്കുന്നവർ 28 കണങ്കാലുകളുടെ കരുത്തമായി 28 കണ്ണുകളിങ്ങനെ തുറന്നു പിടിച്ച് തീയുടെ കണക്ക് ചീറിപ്പായുന്ന സ്കട്ടും പേട്രിയറ്റും മിസൈലുകൾ കൂട്ടിമുട്ടുന്ന പോരാട്ടം കൂട്ടരെ കൈയടിച്ച് മാറുന്ന ഒരു പടക്കളത്തിന്റെ അവസാന ഇഞ്ചിലേക്ക് കഥകൾ ഇങ്ങനെ പറഞ്ഞു പോയ സമയത്തും ചെറുപ്പശ്ശേരി കളിയിൽ നിന്ന് പിടിവിട്ടിട്ടുണ്ടായിരുന്നില്ല. രണ്ടാം സെറ്റ് എതിരാളിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ കൈപ്പിടിയിൽ ഒതുക്കി ഒരു ബെസ്റ്റ് ഓഫ് 3 കളമൊരുക്കുന്നു റെഡ് ഫൂൾസ് ചെറുപ്പശ്ശേരി പാലക്കാട്. മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് 1-1 വിജയിച്ച് തുല്യത പാലിക്കുന്നവർ
കവിതയില്ലാത്ത കവിതയുടെ കലാശക്കൂട്ടിലേക്ക് കളമൊരുക്കാനുറച്ച് റെഡ് ഫൂൾസ് ചെറുപ്പശ്ശേരി പാലക്കാട്. JRP എല്ലാമായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ ചിത്രവും അദ്ദേഹത്തിന്റെ പേരിലുമുള്ളതാണ് മൊമെന്റോ. ശ്രീ സയ്യിദ് കോട്ടയ്ക്കലിന്റെ നാമധേയത്തിലുള്ള ചെറിയൊരു മൊമെന്റോയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി കൈമാറുന്നത്. എന്താ ചിരി നോക്കി, കൂടുതൽ കൈയടി നന്നായിട്ട്. അടിച്ചു പോരെ വിഷ്ണു. ഏതായാലും നമ്മുടെ ലൂസേഴ്സ് ഫൈനൽ 3ഉം 4ഉം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ നിന്ന് കവിത വെങ്ങാട് ടൂർണമെന്റിലെ 3ാം സ്ഥാനവുമായി JRP. ജസീബിനാണ് രണ്ടും പിള്ളേ. രാജെടുത്ത് സെക്കൻഡ് രണ്ട് ക്ലബ്ബ് തന്നെയാണ്. പോരാട്ടച്ചൂടിന്റെ കലാശക്കൊണ്ട് ഫൈനലിലേക്ക് കളിത്തട്ടകം കാഹളം മുഴങ്ങിയിരിക്കുന്നു. കാലം കരുതി വെച്ച രാജസൂയത്തിലൂടെ നടന്നു കയറി ഈ കളിക്കളത്തിന്റെ കായിക കിരീടത്തെ വെട്ടിപ്പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ പാലക്കാട് തൃശൂർ ജില്ലകളിൽ തമ്മിലുള്ള കൊമ്പ് കോർക്കലിന് കളമൊരുക്കി മലപ്പുറത്തിന്റെ മടിത്തട്ട് 1000 പെരുന്തച്ഛന്മാരിങ്ങനെ പൗർണമി രാവുകളിൽ പൊന്നമ്പിളിയെ നോക്കി കൊത്തിക്കടഞ്ഞെടുത്ത വടക്കുന്നാഥിന്റെ ഗോപുരവാതിലുകൾ ഇങ്ങനെ മലർക്കേ തുറന്ന് സർവ്വതും നടത്തുന്ന നാഥനെ തൊഴുത തെക്കോട്ടിറക്കവും പൊട്ടിക്കയറുന്ന ഇലഞ്ഞിത്തറയിലെ മേളവും കണ്ട് പാണ്ഡ്യയുടെ രൗദ്രതാളത്തിൽ ഉയർന്നു പോകുന്ന വർണ്ണക്കുടമാറ്റത്തിന്റെ മനോഹാരിതയിൽ അലിഞ്ഞു ചേർന്ന അവസാനം ഒരു കമ്പ കയർ കൊണ്ട് കമ്പക്കെട്ടിന് തിരികൊളുത്തി കനക പോരാട്ടത്തിന്റെ കനക സിംഹാസനങ്ങളെ വെട്ടിപ്പിടിച്ചെടുത്ത് ശക്തൻ തമ്പുരാന്റെ കാൽ ചുവട്ടുകള് കാണിക്കയായി തിരിച്ചർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഈ കളിമൈതാനിയിലേക്ക് നടന്നു കയറിയവർ യുവധാര പൗണ്ട് വരന്തരപ്പിള്ളി തൃശൂരിന്റെ പോരാളി കൂട്ടങ്ങൾ ഒരു പുറത്തെന്നാൽ കളിയാവേശം തുളമ്പുന്ന കടൽ പദങ്ങൾ താണ്ടി കയറി മംഗലം കുന്നും മംഗലശ്ശേരിയും കടന്ന് മാലോകരെല്ലാം നോക്കി നിൽക്കി മാറ്റൊലി കൊള്ളുന്ന പോരാട്ടത്തിന് കളമൊരുക്കി കടന്നെത്തിയ പാലക്കാടിന്റെ ധീരവീര പോരാളികള് റെഡ് ഫോഴ്സ് ചെറുപ്പശ്ശേരി 1000 പോരാട്ട വേദികൾ കീഴടക്കിയ വ്യക്തതയാൽ തന്നെ കളിക്കളം പിടിച്ചെടുക്കാൻ വെച്ച് പടവഹിക്കുന്ന പ്രജാപതി കൂട്ടങ്ങളായി തന്നെ ഒന്നും വില പറഞ്ഞുറപ്പിച്ചവരുടെ തേരോട്ടം ഇന്നലെ വരെ മറുതലയ്ക്കൽ കുപ്പായമെടുത്തതിന് കളിക്കൊണ്ടുകാർ ഇന്ന് എതിരാളിക്കൊപ്പം നിൽക്കുന്നു എന്ന തിരിച്ചറിവുമായി ഈ കളിക്കളത്തിലേക്ക് ഒരിക്കൽ കൂടെ റോണിയും കൂട്ടരുമുണ്ട് ചുവട് വെച്ച് കയറി പോകുന്നൊരു കാഴ്ചയിലേക്ക്. എന്നാൽ ജ്യേഷ്ഠാനുജന്മാർ ഒരുമിച്ചെടുത്തഴിഞ്ഞ കുപ്പായങ്ങൾ അണ്ണൻ തമ്പിമാരായി തന്നെ കളിക്കളത്തിലേക്ക് തിരിച്ചു നോക്കിയ കാലം ചെറുപ്പശ്ശേരിയുടെ മണ്ണിൽ നിന്ന് ആവേശത്തിന്റെ ക്ഷുദ്ര യൗവനങ്ങളായി അരങ്ങടക്കി വാഴുന്ന പോരാട്ടത്തിന് കളമൊരുക്കുന്ന കളിക്കൂട്ടുകാർ കൈയടിച്ചെന്ന് സ്വീകരിക്കേണ്ടുന്ന പോരാട്ട ചൂടിലേക്ക് കവിതയുടെ കളിക്കളം വെങ്ങാടിന്റെ മണ്ണിലേക്ക് വന്നിറങ്ങിയ വംശപാരമ്പര്യത്തിന്റെ നിറച്ചാപ്പികൾ നൃത്തച്ചുമടുകളാക്കി മാറ്റി അവസാന പത്തടിക്ക് ഉത്തരം തേടിയുള്ള ചൈത്രയാത്രയിലേക്ക് യുവധാര പൗണ്ട് വരന്തരപ്പിള്ളി.
സാറേ ശ്രദ്ധിക്കും സാറേ സപ്പോർട്ട് എടുക്ക് പാർക്കർ സപ്പോർട്ട് എടുക്ക് പാർക്കിൽ സപ്പോർട്ട് എടുക്ക്. കവിതയുടെ വെള്ളത്തിൽ പോരാട്ടം 6ാം എഡിഷൻ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് പേരുടെ സ്നേഹവായ്പകളും കൂടിച്ചേരലുകളും തന്നെയാണ് ഈ മത്സരത്തിലെ ഇത്രയും വലിയ വിജയത്തിന് കാരണമായിട്ടുള്ളത്. അത് നോട്ടീസ് നോക്കിയാൽ തന്നെ നമുക്കറിയാം. 1ാം സ്ഥാനം തുടങ്ങി 16ാം സമ്മാനം വരെ നൽകിയിരിക്കുന്നതെല്ലാം ഓരോരോ മേഖലയിലെ വടംവലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ പേരുകൾ ഇവിടെ ധാരാളമാണ്. 1ാം സമ്മാനത്തിലുള്ള ഡോണി മലയപ്പറമ്പിൽ, 2ൽ പുളിക്കൽ ഇവന്റ്സ് കൊച്ചി, 3ൽ ഈ നാടിന്റെ പ്രിയപ്പെട്ടവരാണ് BTP പൾസ് ഉണ്ട്. അതേ സിറ്റി സ്ട്രൈക്കേഴ്സിന്റെ തന്നെ ഷോക്കേസിലേക്ക് കൊണ്ടുപോയ കനക കിരീടം 2026 അവിടേക്ക് തന്നെ എത്തിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ കടന്നതിൽ പിടിമുറുക്കുന്നു വീണ്ടും യുവതാര പൗണ്ട് വരന്തരപ്പിള്ളി. എന്നാൽ അവസാന 2 സെറ്റുകൾ തിരിച്ചെടുത്ത് കളി വിജയത്തെ കൈപ്പിടിയിൽ ഒതുക്കാണെന്ന് ചെറുപ്പശ്ശേരിയുടെ പാറക്കൽ ഫാമിലി കാത്തിരിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ നടുത്തളം തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാൻ ശ്രീമന്ത ചക്രവാള രേഖയിൽ നിന്ന് ശിരസ് കൊണ്ട് തിരിൽ പതിപ്പിച്ച് കളം കൈപ്പിടിയിൽ ഒതുക്കി കേരള വടംവലി മത്സരം 6ാമത് എഡിഷൻ പോരാട്ടത്തിന്റെ കളിക്കളമത് കൈപ്പിടിയിൽ ഒതുക്കുന്നു യുവതാര പൗണ്ട് വരന്തരപ്പിള്ളി സിറ്റി സ്ട്രൈക്കേഴ്സിന്റെ പ്രണയാളി കൂട്ടങ്ങൾ. 2ാം സ്ഥാനക്കാർ റെഡ് ബോൾസ് ചെറുപ്പശ്ശേരി പാലക്കാട്. 2 ടീമുകളെയും നിറഞ്ഞ കൈയടിയോടുകൂടെ സ്വീകരിക്കാം. സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ ഇൻഡിവിജ്വൽ പ്രൈസുകളും മറ്റ് ക്യാഷ് അവാർഡുകളും ഏറ്റുവാങ്ങുന്നതിന് 4 ടീമുകളുടെയും പ്രിയപ്പെട്ടവരെയും അതോടൊപ്പം കവിതാ വെങ്ങാടിന്റെ മുഴുവൻ കായിക താരങ്ങളെയും സെൻട്രൽ പോയിന്റിലേക്ക് ക്ഷണിക്കും. വാങ്ങുന്നതിന് എത്തിച്ചേരും. ക്യാഷ് അവാർഡാണ് എല്ലാ പ്ലേയേഴ്സും. അഹങ്കാര 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 സ്ലാബിന്റെ മുകളിൽ നിന്ന് എല്ലാവരും ഒന്ന് ഇറങ്ങിയത് നമുക്കത് 14 പേർക്കുള്ള ഫോട്ടോഗ്രാഫർ വരുന്നുണ്ട് കേട്ടോ രാജ. ആവേശകരമായ അഖില കേരള വടംവലി മത്സരത്തിന്റെ കലാശക്കൊട്ടിൽ കാലിടറി പോയവർ 2ാം സ്ഥാന ട്രോഫിയും ഏറ്റുവാങ്ങുന്നു റെഡ് ഫോഴ്സ് ചെറുപ്പശ്ശേരി പാലക്കാട്. പാർക്കൽ ഫാമിലി സൗണ്ട് വീഡിയോ 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 6ാമത് അഖില കേരള വടംവലി മത്സരം കവിത വരന്തരപ്പിള്ളി തൃശൂർ. ചാമ്പ്യൻ കനക കിരീടത്തിൽ മുത്തമിടാതെ വച്ച് യുവതാരയുടെ പോരാളി കൂട്ടങ്ങൾ ധോണി മലയപ്പറമ്പിൽ സ്പോൺസർ ചെയ്യുന്ന എവറോളിംഗ് ട്രോഫിയും 33,333 രൂപയ്ക്ക് അപ്പോഴും കൂട്ടർക്കുമൊപ്പം ഈ ഒരു മത്സരം ഇവിടെ മുടക്കം കൂടാതെ സംഘടിപ്പിച്ച കവിത ക്ലബിനും അവരുടെ ഫാൻസിനുമെല്ലാം മലപ്പുറം ജില്ലാ ടഗ് അസോസിയേഷൻ നന്ദി നല്ല നമസ്കാരം അറിയിക്കുന്നു.
സൗണ്ട് സൗണ്ട്